ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 15/4/2025 ചൊവ്വാഴ്ച 23,344 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് കൃത്യമായും ഓപ്പൺ ആയത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണ്. 23,344 എന്ന ലെവലാണ്. എന്നാൽ ഓപ്പൺ ആയ ഉടനെ തന്നെ ഒരു 5-8 പോയിന്റ് ഒന്ന് മൂവ് ചെയ്തെങ്കിൽ പോലും ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ കൃത്യമായും സെല്ലേഴ്സ് ആക്റ്റീവ് ആവുകയായിരുന്നു. 75 പോയിന്റിലധികം ഒറ്റയടിക്ക് താഴെ വരികയും ചെയ്തു. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ കംപ്ലീറ്റ് ആയി സെല്ലേഴ്സ് ആയി വന്നുവെങ്കിൽ പോലും പിന്നീട് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് മൂവ്മെന്റ് നൽകുന്നു എന്ന് ഫീൽ ചെയ്തപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം എന്ന് കരുതിയ ഏതൊരാൾക്കും നല്ല ഒരു ട്രേഡ് ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ റേഞ്ച് പരിശോധിക്കുകയാണെങ്കിൽ ലോ ആൻഡ് ഹൈ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഒരു 180 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. എങ്കിലും നല്ല വോളറ്റൈലായ ഒരു ദിവസമായിരുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയായിരുന്നുവെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതിൽ തൊട്ട് മുകളിലെ റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യുമെന്നും ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ എന്നായിരുന്നു നമ്മൾ ഇന്നലെ ട്രേഡ് പ്ലാൻ ചെയ്തത്. അങ്ങനെയായിരുന്നു. ഇത് പ്രധാന സപ്പോർട്ടായി മാറുകയാണെങ്കിൽ മാത്രം അങ്ങനെ സംഭവിച്ചേക്കാം എന്നുള്ളതാണ്. ഓക്കെ. എന്നാൽ ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നപ്പോൾ നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തു. ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തു. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അത് താണ്ടുകയാണെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അതിന് മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ മാത്രം വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ. ഓക്കെ. ആ ഡിക്ലൈൻ അതിനു വേണ്ടി കാത്തുനിന്നവർ കൃത്യമായും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ക്ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ അല്ല, എന്നാൽ സപ്പോർട്ടിൽ നിൽക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ ഒന്ന് സപ്പോർട്ടിൽ നിൽക്കുന്നത് കാണിച്ചെങ്കിലും വീണ്ടും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തു. എന്നാൽ തൊട്ട് താഴെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവലിന് താഴോട്ട് ബ്രേക്ക് ചെയ്യാതെ ഇവിടെ കൃത്യമായും പ്രൈസ് ടേൺ ചെയ്യുന്നത് കാണാമായിരുന്നു. അതാർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത്തരത്തിൽ ഒരു ടേണിംഗ് ലഭിച്ചു. എന്നാൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് പോകാനാണെങ്കിലോ കൃത്യമായിട്ടും ഇതിന് മുകളിലോട്ട് ഈ ലെവലിന് മുകളിൽ കയറി ക്ലോസ് ആവേണ്ടതാണ്. എന്നാൽ വീണ്ടും അതുവരെ രേഖപ്പെടുത്തിയ ഉയരം നൽകാതെ വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവായി വളരെ വോളറ്റൈലായ മാർക്കറ്റായിരുന്നു. കൃത്യമായും ഒരു ടാർഗറ്റ് വീണ്ടും തന്നുകൊണ്ട് പ്രൈസ് അവിടെ നിന്നും അപ്വേർഡ് വളരെ വേഗത്തിൽ പോവുകയാണ് ചെയ്തത്. വിജിലൻ്റായി നിന്നവർക്ക് കൃത്യമായും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ഡയറക്ഷൻസ് വീണ്ടും പതിവ് പോലെ എക്സ്പെക്റ്റ് ചെയ്തെങ്കിൽ അതിനെല്ലാം സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുമുണ്ട്. കൃത്യമായും സ്റ്റോപ്പ് ലോസുകൾ മാനിച്ചുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യണം. നമ്മളുടെ വ്യൂ ഒന്ന് തെറ്റിപ്പോയാൽ നമ്മൾക്ക് ഒരു ചെറിയ ലോസിൽ ഇറങ്ങാൻ കഴിയണമെങ്കിൽ തീർച്ചയായും സ്റ്റോപ്പ് ലോസ് ലെവലുകൾ പാലിക്കേണ്ടത് തന്നെയാണ്. അതല്ലാത്ത പക്ഷം ലോസ് വർദ്ധിക്കുകയും നമുക്ക് നമ്മുടെ ഡയറക്ഷൻ തെറ്റി എന്ന് മനസ്സിലായാൽ പോലും മാനസികമായി നമുക്ക് ആ ഒരു ലോസ് അത് കൂടിയിട്ടുണ്ടാകും. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇറങ്ങാൻ മടിയാവും. എന്നാൽ ഒരു റിവേഴ്സ് മോഡിലാണ് അപ്പോഴത്തെ ട്രെൻഡ് എന്ന് മനസ്സിലായാൽ പോലും ഒരു ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാകുകയും ഇല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ നമ്മളൊരു ട്രേഡിൽ എൻ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്നോ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് ലെവൽ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതാണ്. അതിന് മാനിച്ചുകൊണ്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇന്ന് നൽകിയ മൂവ്മെൻറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കുമെന്ന് പരിശോധിക്കാം. 23,428 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 23,395 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിലായി 23,496, 559, 584 എന്നിങ്ങനെയുള്ള റെസിസ്റ്റൻസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനകത്ത് 23,584 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ ഒരു റെസിസ്റ്റൻസ് ആയി മാറിയേക്കാം എന്നാണ് കണക്കാക്കുന്നത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 23,496 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും.
ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് ആവുന്നു, പ്രൈസ് അപ്വേർഡ് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ തുടർന്ന് മുകളിലേക്ക് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവ. അപ്പോൾ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ കണ്ടെത്തി അവ സ്റ്റോപ്പ് ലോസുകളായി കണക്കാക്കിക്കൊണ്ട് അപ്പോൾ ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 23,365 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 23,307 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ ഒരു സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 23,262 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അല്പം കൂടെ സ്ട്രോങ് ആയി പ്രൈസ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തേക്കാം. 53,096 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു താഴെയായി 53,022 എന്ന ഒരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 53,258 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അതിൽ പ്രധാനമായും 53,560 എന്ന ലെവലാണ് ഒരു ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് ആയി മാറുന്നത്. തൊട്ട് മുകളിലുള്ള ലെവലുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 52,935 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അതിൽ 52,660 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ ഒരു സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു. 77,000 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 76,929 എന്ന ഒരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രധാന റെസിസ്റ്റൻസുകളായി വരുന്നത് മുകളിലോട്ട് വരുന്നത് 77,213, 77,441, 77,642 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് കണ്ടാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 77,213 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 76,865 എന്ന ലെവലാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ
വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ താഴെ കൊടുത്തിട്ടുള്ള സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 76,641 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിക്കാമെന്ന് കരുതുന്നു. എന്നാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന പക്ഷം അല്പം കൂടി വീക്ക് ആയേക്കാം മാർക്കറ്റ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നത്, നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഡിസ്ക്ലൈമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഇത് ഒരു ബൈ ഓർ സെല്ല് സജഷനുമല്ല. എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന കേവലമായ ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ് ഇത്. നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്കും പഠനാർത്ഥം പ്രയോഗിക്കത്തക്ക രീതിയിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ നിങ്ങളുടെ പരിശോധനയിൽ നമ്മളുടെ ലെവലുകൾ ട്രേഡിംഗ് പ്ലാൻ ഗുണകരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മളുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ലൈക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുമല്ലോ. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന ആശംസയോടെ തൽക്കാലം നിർത്തുന്നു. താങ്ക്